ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന UK കലാപത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. UK മൈഗ്രേറ്റ് ചെയ്യുന്ന UK ഇമിഗ്രൻസ് ഇന്ത്യക്കാർ മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ, ഈ പറയുന്ന ഓസ്ട്രേലിയ, പിന്നെ അങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് UK ആൾക്കാർ വരുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ നാട്ടിലേക്ക്, അതായത് കേരളത്തിലേക്ക് ഒരുപാട് പേര് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്ക് വരുന്നുണ്ടല്ലേ, നമ്മുടെ അതിഥി തൊഴിലാളികൾ. അപ്പം ഇവർക്കെതിരെ ഒരു സംഘടന ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇവിടുത്തെ സംഘടനകൾ, ചില പ്രത്യേക സംഘടനകൾ തിരിയുകയും ഇവർക്കെതിരെ അല്ല, ശരിക്കും ഇവരുടെ പർട്ടിക്കുലർ മതവിഭാഗത്തിലുള്ളവരോട് മാത്രം ശത്രുത കാണിക്കുകയും അവർക്കെതിരെ നാട്ടിലെ ജനങ്ങളെ തിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം എന്താണ് കാര്യമെന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു നിസ്സാരമായ കാര്യമായിട്ട് തോന്നാം. കാര്യം നമ്മളുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ അങ്ങനെ ഒരു നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഇവിടെ ഒരു റയോട്ട് ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു കലാപം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടാവാം. പക്ഷെ അതിനെ തടഞ്ഞു നിർത്തുന്ന സർക്കാരുകൾ, അതായത് സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും ആരായാലും, ഹൂവർ ഇറ്റ് മേ ബി, അപ്പം ഇവരുടെ പ്രവർത്തനങ്ങൾ അത്രയും കാര്യക്ഷമമായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കുന്നത്. ഇവിടെ പുറം രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പോലും, സൈപ്രസിലൊക്കെ ഇരുന്നുകൊണ്ട് പോലും UK കലാപത്തിന് ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. ആഹ്വാനം ചെയ്യപ്പെട്ട കലാപമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ കലാപം ശരിക്കും ഫാർ റൈറ്റ് പ്രൊട്ടസ്റ്റേഴ്സ് ഏറ്റെടുക്കുകയും അവരാണ് ഇപ്പം ഇതിനെ വല്ലാത്ത രീതിയിലാക്കിയെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം നമുക്കിത് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാം. ശരിക്കും ജൂലൈ 19 ഈസ്റ്റ് ലണ്ടനിൽ നമ്മുടെ ബംഗ്ലാദേശിലെ ഇഷ്യൂ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒരു ബംഗ്ലാദേശി പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഇമിഗ്രൻസ് ആണ് ഓർഗനൈസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ നടന്നു. ജൂലൈ 25 മാഞ്ചസ്റ്ററിലൊരു ഇഷ്യൂ, ഇത് സമാനമായ ഒരു ഇഷ്യൂ നടന്നു. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നടന്നത് ജൂലൈ 29 ജൂലൈ 29 17 വയസ്സ് മാത്രമുള്ള ഒരു പയ്യൻ അവിടുത്തെ ഒരു ഡാൻസ് സ്കൂളിൽ 6നും 9നും ഇടയ്ക്ക് പ്രായമുള്ള 3 പെൺകുട്ടികളെ കുത്തി കൊലപ്പെടുത്തുകയും 10ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഈ നടന്ന സംഭവത്തിന്റെ UK ഗവൺമെന്റിന്റെ റൂള് വെച്ചിട്ട് ഈ പയ്യൻ മൈനർ ആയതുകൊണ്ട് ഈ പയ്യന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടില്ല. അക്കം പാർത്തിരുന്ന ചില സംഘടനക്കാർ ഈ ഒരു വാർത്തയെ വളച്ചൊടിക്കുകയും, അതായത് ഗവൺമെന്റ് ആരെയൊക്കെയോ എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻസിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് പുറത്തു വിടാത്തതാണ് എന്നുള്ള രീതിയിൽ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ന്യൂസാണ് ശരിക്കും ഈ ഫാർ റൈറ്റ് പ്രൊട്ടസ്റ്റേഴ്സ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ന്യൂസ് കയറി ഈ പറയുന്ന തീപ്പന്തം ആളുന്നത് കൂട്ട് അങ്ങ് ആളി ഈ പറയുന്ന എല്ലായിടത്തും ഈ ന്യൂസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് ഈ ഓൺലൈനായിട്ട് ഫേക്ക് ന്യൂസ് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അതിപ്പം UK കാര്യം മാത്രമല്ല, ഏത് രാജ്യത്തിന്റെ കാര്യം എടുത്താലും, അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അതിന് ഒരു കുറവുമില്ല. അത്രയും കൂടുതലാണ് ഫേക്ക് ന്യൂസുകൾ മാത്രം സ്പ്രെഡ് ചെയ്യുക. നമുക്കിപ്പം ഒരു ഈ പറയുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണെങ്കിൽ അതിന് അത്ര സ്പ്രെഡ് ഉണ്ടാവത്തില്ല. പക്ഷെ ഫേക്ക് ആയിട്ടൊരു കാര്യമാണെങ്കിൽ അതിന് ഭയങ്കര സ്പ്രെഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചില ഓൺലൈൻ ഫേക്ക് മാധ്യമങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ട് കൊണ്ടുവരുന്നു. 3 ദിവസം മാത്രം മുന്നേ UK അലി അൽ ഷഖാദി എന്ന പയ്യനാണ് ഈ 17 വയസ്സുകാരൻ. അപ്പം പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വാർത്ത അവർ പുറത്തു കൊണ്ടുവരുന്നു. ഈ വാർത്ത ഈ പറയുന്ന കാട്ടുതീ പടരുന്നത് പോലെ ലോകം മുഴുവൻ ആളിപ്പടരുന്നു. ഈ ന്യൂസ് സ്പ്രെഡ് ആയതിന്റെ പുറയിലാണ് UK ഈ കലാപങ്ങൾ ഉണ്ടാകുന്നതും കലാപങ്ങൾ വേറൊരു ലെവലിലേക്ക് അതിനെ ഈ പറയുന്ന പ്രൊട്ടസ്റ്റേഴ്സ് എടുത്ത് മാറ്റുകയും ചെയ്യുന്നത്. മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രശ്നം ഉണ്ടാക്കുക, അതിലും റിലിജിയൻ മുസ്ലിംസ് എന്ന് ഞാൻ പറയുന്നെങ്കിലും ഈ പറയുന്ന ഈവൻ ഹിന്ദു ആൾക്കാരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇമിഗ്രൻസ് എന്നുള്ള രീതിയിലുള്ള കുറെ ആൾക്കാരെ തേടി പിടിച്ച് ഈ
കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പരിധി വിട്ടപ്പോൾ UK ഗവൺമെന്റ് നിർബന്ധിതരാവുന്നു ഈ കുട്ടിയുടെ പേര് വിവരങ്ങൾ പുറത്തു വിടാനായിട്ട്. കാര്യം അല്ലെങ്കിൽ ഇത് ഇപ്പം നിൽക്കുന്നിടത്തല്ല ഇത് നിൽക്കുക. അങ്ങനെ ആ കുട്ടിയുടെ പേര് UK ഗവൺമെന്റ് റിലീസ് ചെയ്യുന്നു. ആക്സൽ റെഡുക്കാബാന എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. ഇവൻ ശരിക്കും UK തന്നെ ജനിച്ചു വളർന്ന UK സിറ്റിസൺ ആണ്. ഇവന്റെ പേരൻസ് വർഷങ്ങൾക്ക് മുമ്പ് റുവാണ്ടയിൽ നിന്ന് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്. റുവാണ്ടയെ പറ്റി ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ വീഡിയോ ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റുവാണ്ടയെ പറ്റി കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പയ്യന് ഇസ്ലാം മതമായിട്ടോ ഇസ്ലാമിക സംഘടനകളായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. അവന്റെ മാനസിക പ്രശ്നം കാരണമാണ് അവൻ അങ്ങനെ ചെയ്തത്. ഈ ഒരു പ്രശ്നത്തിൽ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണ്. ഭയങ്കര വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയും വളരെ അപ്പുറത്താണ്. ശരിക്കും ടോമി റോബിൻസൺ എന്നൊരാളെ കൂടി ഞാൻ ഇതിൽ അവതരിപ്പിക്കാൻ, ഒരുപക്ഷെ പലർക്കും അറിയായിരിക്കും, അദ്ദേഹത്തിന്റെ ആന്റി ഇസ്ലാം ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ്. ശരിക്കും പുള്ളി ഈ പറയുന്ന സൈപ്രസിൽ ഇരുന്നുകൊണ്ട്, ഞാൻ ആ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ, സൈപ്രസിൽ ഇരുന്നുകൊണ്ട് ആഹ്വാനം ചെയ്തത് ഈ ടോമി റോബിൻസൺ ആണ് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത്. അപ്പം പുള്ളിയെ ശരിക്കും 2018 ട്വിറ്ററിൽ നിന്ന് ബാൻ ചെയ്തതാണ്. അപ്പം മസ്ക് വന്നതിന് ശേഷം ഈ ബാൻ പിൻവലിക്കുകയും പുള്ളി വീണ്ടും ആക്റ്റീവ് ആവുകയും ചെയ്തു. അപ്പം BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. മസ്കിന്റെ ട്വീറ്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം ശരിക്കും ഈ ആഹ്വാനത്തിൽ പങ്കുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും മസ്കിന്. ആ ഒരു രീതിയിലാണ് മസ്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയ ഇത്രയും ഈ പറയുന്ന അഴിച്ചുവിട്ടേക്കുന്ന കൂട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നത്. അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ കൊണ്ടുവരിക, ഫേക്ക് ന്യൂസുകൾ കണ്ടെത്തി അതിനെ ഈ പറയുന്ന കൂട്ട് ഇല്ലാതാക്കുകയും അതിനെതിരെ നടപടിയെടുക്കാനും കൃത്യമായ ഒരു അജണ്ട കൊണ്ടുവന്നേ പറ്റൂ. UK വേറൊരു പ്രശ്നമുണ്ട്. ശരിക്കും ഈ UK പ്രസിഡന്റിന് ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം അത് പരിഹരിക്കപ്പെട്ടു. 500ഓളം പേരെ ഒഴിപ്പിച്ച് അവർ ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് വന്നു. 24 മണിക്കൂർ കോർട്ട് വരികയും അന്നേരം തന്നെ പിടിച്ചാൽ അന്നേരം തന്നെ നടപടി എടുത്ത് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മികച്ച ഒരു തീരുമാനമാണ്. ഈ ലാസ്റ്റ് അപ്ഡേറ്റ് എനിക്ക് കിട്ടിയത് കഴിഞ്ഞ ദിവസം ഭയങ്കര ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഫാർ റൈറ്റ് പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഈ ഏകദേശം ഓൾമോസ്റ്റ് കുറെ പോലീസുകാരെ വിന്യസിച്ചു പല റീജിയണിലായിട്ട്. അപ്പം സമയം രാവിലെ 7 മണിയായപ്പോൾ തന്നെ കുറെ അധികം പേര് തെരുവിലേക്ക് ഇറങ്ങി. പക്ഷെ അത് പ്രൊട്ടസ്റ്റേഴ്സ് ആയിരുന്നില്ല. ഈ പ്രൊട്ടസ്റ്റേഴ്സിനെതിരെ ആ നാട്ടിലെ നാട്ടുകാർ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുകയും അവർക്കെതിരെ വന്ന് ഈ പോലീസുകാരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് ഒരു രാജ്യം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ശരിക്കും അത് ഇമിഗ്രൻസ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, അതുണ്ടാവണം. അപ്പൊ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും. അത് എനിക്ക് വേണം താനും. അപ്പം അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും.